Dear students, നമ്മൾ പേ ബാക്ക് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ പേ ബാക്ക് റിലേറ്റഡ് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോജക്ട്സ് റിക്വയർസ് എ ക്യാഷ് ഔട്ട്ലേ ഓഫ് ₹10,000. അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ പ്രൊജക്റ്റിനും ക്യാഷ് ഔട്ട്ലേ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ₹10,000 ആവശ്യമാണ്. You are required to suggest which project should be accepted if the standard payback period is 5 years. അപ്പോൾ ഇവിടെ 3 പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. പ്രൊജക്ട് എക്സ് വൈ ആൻഡ് സെഡ്. ഈ 3 പ്രൊജക്റ്റിൽ ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള സജഷനാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് പേ ബാക്ക് പറയുന്നത് എത്ര ഇയേഴ്സ് ആണ്? 5 ഇയേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. പ്രൊജക്ട് എക്സ്, പ്രൊജക്ട് വൈ, പ്രൊജക്ട് സെഡിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് 5 ഇയേഴ്സ് തന്നിട്ടുണ്ട്. പ്രൊജക്ട് എക്സിന് വന്നിട്ട് നോക്കൂ, എല്ലാ വർഷവും 5 ഇയേഴ്സ് ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 2,500 ഈച്ച് വെച്ചിട്ട് വരുന്നുണ്ട് എല്ലാ ഇയറും. അതേസമയം പ്രൊജക്ട് വൈന് നോക്കുക, ഫസ്റ്റ് ഇയർ 4,000, സെക്കൻഡ് ഇയർ 3,000, തേർഡ് ഇയർ 2,000 ആൻഡ് ഫോർത്ത് ഇയർ 1,000. ഫിഫ്ത്ത് ഇയറിൽ എന്തില്ല? റിട്ടേൺ ഇല്ല, ഇൻകം ഇല്ല. ദെൻ പ്രൊജക്ട് സെഡിന് നോക്കുക, ഫസ്റ്റ് ഇയർ 1,000, സെക്കൻഡ് ഇയർ 2,000, തേർഡ് ഇയർ 3,000, ഫോർത്ത് ഇയർ 4,000 ആൻഡ് ഫോർ ദ ഫിഫ്ത്ത് ഇയർ ദർ ഈസ് നോ റിട്ടേൺ, ഇൻകം ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തുണ്ട്? 3 പ്രൊജക്ട്സ് തന്നിട്ടുണ്ട്. ഈ 3 പ്രൊജക്ട്സിനെ വെച്ച് കമ്പാരിസൺ ചെയ്തിട്ട് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ വൺ അണ്ടർ പേ ബാക്ക് മെത്തേഡ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ആദ്യം നമുക്ക് പ്രൊജക്ട് എക്സിൻ്റെ കേസ് നോക്കാം. എക്സിൻ്റെ കേസ് നോക്കുക, എല്ലാ വർഷവും സെയിം ക്യാഷ് ഇൻഫ്ലോ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആകുമ്പോൾ പേ ബാക്ക് എന്താണ്? പ്രൊജക്ട് എക്സിൻ്റെ പേ ബാക്കിൻ്റെ ഫോർമുല ക്യാഷ് ഔട്ട്ലേ ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, അല്ലെങ്കിൽ I ഡിവൈഡഡ് ബൈ സി അല്ലേ? അപ്പോൾ ക്യാഷ് ഔട്ട്ലേ എത്രയാണ്? അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 10,000. 3 പ്രൊജക്ട്സിന് നമുക്ക് ക്യാഷ് ഔട്ട്ലേ പറയുന്നത് എത്രയാണ്? 10,000 ആണ്. സോ 10,000 ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നോക്കുക, എല്ലാ വർഷവും നമുക്ക് എത്രയാണ്? 2,500 ആണ് അല്ലേ? അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 2,500. സോ I ഡിവൈഡഡ് ബൈ സി ചെയ്യുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 2,500 ചെയ്തപ്പോൾ നമുക്ക് എത്ര ഇയേഴ്സാണ് കിട്ടിയത്? 4 ഇയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ പ്രൊജക്ട് എക്സിൽ ദാറ്റ് ഈസ് ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടിയപ്പോൾ എത്ര ഇയേഴ്സ് ആണ്? 4 ഇയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ട് വൈ ആൻഡ് പ്രൊജക്ട് സെഡിൻ്റെ ക്യാഷ് പേ ബാക്ക് എത്രയാണെന്ന് നോക്കണം. ആദ്യം പ്രൊജക്ട് വൈ നോക്കാം. എത്ര ഇയേഴ്സ് ആണ് തന്നിരിക്കുന്നത്? പ്രൊജക്ട് വൈന് വന്നിട്ട് 4 ഇയേഴ്സേ ഉള്ളൂ അല്ലേ? അപ്പോൾ 4 ഇയേഴ്സ് നമ്മൾ കോളം വെച്ച് ചെയ്യാണ്. കാരണം അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. 4,000, 3,000, 2,000, 1,000 പറഞ്ഞിട്ടാണ്. സോ വെദർ ഇറ്റ് ഇസ് ഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആണോ? അല്ല, അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോ ആണ്, ഡിഫറെൻറ്റ് ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ക്യാഷ് ഇൻഫ്ലോ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ട് വേണം, ദാറ്റ് ഈസ് ക്യാഷ് ഇൻഫ്ലോയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഫോർമുല അപ്ലൈ ചെയ്ത് പേ ബാക്ക് കണ്ടുപിടിക്കാൻ. സോ നമുക്ക് 3 കോളമായിട്ടാണ് വരച്ച് ചെയ്യുന്നത്. First column for writing the year, second column for writing the cash inflow, and third column for cumulative frequency of cash inflow. Cumulative cash inflow പറഞ്ഞിട്ട് കൊടുക്കാം. Cumulative cash inflow. Okay, third column. അപ്പോൾ ഫസ്റ്റ് 4 ഇയേഴ്സിൽ 4 ഇയേഴ്സ് ചെയ്ത് ക്യാഷ് ഇൻഫ്ലോ ക്വസ്റ്റ്യൻ അങ്ങനെ കോപ്പി ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കൂ, ഫസ്റ്റ് ഇയർ 4,000, സെക്കൻഡ് ഇയർ 3,000, തേർഡ് ഇയർ 2,000 ആൻഡ് ഫോർത്ത് ഇയർ 1,000 എഴുതി. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കാണണം. സോ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ആകുമ്പോൾ ഫസ്റ്റ് ഇയർ സെയിം 4,000 തന്നെയാണ്. സെക്കൻഡ് ഇയർ പറയുമ്പോൾ ഈ 2 വർഷത്തെ എമൗണ്ട് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. 4,000 പ്ലസ് 3,000. സോ 4,000 പ്ലസ് 3,000 ചെയ്തപ്പോൾ എത്രയാണ്? 7,000 കിട്ടി. തേർഡ് ഇയർ പറയുമ്പോൾ 3 വർഷത്തെയും ഇൻഫ്ലോ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. സോ 7,000 പ്ലസ് ഫസ്റ്റ് 2 ഇയേഴ്സിൽ 7,000 ആണ്. അപ്പോൾ ഈ 7,000 പ്ലസ് 2,000 നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ 9,000 കിട്ടി. ഫോർത്ത് ഇയറിൽ എന്ത് ചെയ്യണം? 9,000 പ്ലസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് 3 ഇയേഴ്സിൽ 9,000 ആണല്ലോ. 9,000 പ്ലസ് 1,000, സോ 10,000. ഓക്കെ, സോ 4 ഇയേഴ്സിൽ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 10,000 ഏത് വർഷമാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. എപ്പോഴാണ് 10,000 റിട്ടേൺ കിട്ടുന്നത്? പേ ബാക്ക് നോക്കൂ, ഈ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ നോക്കുന്ന സമയത്ത് 10,000 ഇവിടെയാണ് 10,000 നമുക്ക് അച്ചീവ് ആവുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ 4th ഇയർ.
അപ്പോൾ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് ഇൻ ദ 4th year യു ആർ ഗെറ്റിംഗ് ദ ക്യാഷ് ഇൻഫ്ലോ. ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ഇൻ ദ വൈയുടെ കേസ്, ഇൻ പ്രൊജക്ട് വൈ കേസിൽ പേ ബാക്ക് പറയുന്നത് എത്രയാണ്, 4 years. ഇൻ ദ 4th year നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ഇൻഫ്ലോ നമുക്ക് അറ്റൈൻ ചെയ്യുന്നുണ്ട്, 10,000 rupees അറ്റൈൻ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. 10,000 വി ആർ ഗെറ്റിംഗ് ഇൻ ദ 4th year. സോ പേ ബാക്ക് പീരീഡ് എത്രയാണ്, 4 years. ഇനി പ്രൊജക്ട് സെഡിൻ്റെ കേസിൽ ഇതേപോലെ നോക്കാം. പ്രൊജക്ട് സെഡ് ഒന്ന് അനലൈസ് ചെയ്യും. ഡിഫറെൻറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആണ്, അൺഈക്വൽ എമൗണ്ട് ആണ്. സോ അൺഈക്വൽ എമൗണ്ട് ആയതുകൊണ്ട് വി വോണ്ട് ടു എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ചെയ്തിട്ട് വേണം പേ ബാക്ക് കണ്ടുപിടിക്കാൻ. സോ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊജക്ട് വൈൻ്റെ കേസ് പോലെ തന്നെയാണ് കോളം വെച്ച് ചെയ്യണം. 3 columns. ഫസ്റ്റ് കോളം ഫോർ ഇയർ, സെക്കൻഡ് കോളം ഫോർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് തേർഡ് കോളം ഫോർ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. സോ അങ്ങനെ 3 കോളം നമ്മൾ വരയ്ക്കണം. ഇനി എമൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഫോർ പ്രൊജക്ട് വൈയിലേക്ക് ഫസ്റ്റ് ഇയർ എത്രയാണ്, 1,000, സെക്കൻഡ് ഇയർ 2,000, തേർഡ് ഇയർ 3,000 ആൻഡ് ഫോർത്ത് ഇയർ 4,000. ഓക്കെ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് കോളം ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് ഇയർ സെയിം 1,000 തന്നെയാണ്. സെക്കൻഡ് ഇയർ പറയുമ്പോൾ ഈ ഫസ്റ്റ് 2 years നമ്മൾ എന്ത് ചെയ്യാണ്, എമൗണ്ട് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഇയർ 1,000 പ്ലസ് സെക്കൻഡ് ഇയർ 2,000 ആഡ് ചെയ്തപ്പോൾ 3,000 കിട്ടി. തേർഡ് ഇയർ പറയുമ്പോൾ ഫസ്റ്റ് 2 years ക്യാഷ് ഇൻഫ്ലോ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 3,000 പ്ലസ് തേർഡ് ഇയറുടെ ക്യാഷ് ഇൻഫ്ലോ 3,000 ആഡ് ചെയ്തപ്പോൾ 6,000 കിട്ടി. ഇനി ഫോർത്ത് ഇയറുടെ പറയുമ്പോൾ ഈ 6,000 ഫസ്റ്റ് 3 years 6,000 പ്ലസ് ഫോർത്ത് ഇയറുടെ 4,000 ആഡ് ചെയ്തപ്പോൾ 10,000. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഏത് വർഷത്തിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് പറയുന്നത് എത്രയാണ്, 10,000 ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് 10,000 ആണ്. ഈ 10,000 ഏത് ഇയർ ആണ് നമുക്ക് അറ്റൈൻ ചെയ്യുന്നത് നോക്കാം. നോക്കുമ്പോൾ എപ്പോഴാണ് നോക്ക്, 4th ഇയറിലാണ് നമുക്ക് 10,000 നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഹിയർ നോ നീഡ് ഓഫ് അപ്ലൈയിങ് ദ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രേറ്റ് അവേ വി കൺ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് വി ആർ അറ്റൈനിങ് 10,000 rupees ഇൻ ദ 4th year. സോ പേ ബാക്ക് പീരിയഡ് പറയുന്നത് എത്രയാണ്, 4 years. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്ക്, ഓൾ ദ പ്രൊജക്ട് എക്സ് ആൻഡ് പ്രൊജക്ട് വൈ ആൻഡ് പ്രൊജക്ട് സെഡിൽ മൂന്നിലും നമ്മളുടെ പേ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, 4 years ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ എന്താണ്, ഏത് പ്രൊജക്റ്റാണ് ഇതിൽ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം, വേറെ വല്ല ടെക്നിക്സ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 3 പ്രൊജക്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് 3ലും നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, 4 years ആണ് കിട്ടിയിരിക്കുന്നത്. പ്രൊജക്ട് എക്സിലും പേ ബാക്ക് എത്രയാണ്, 4 years. പ്രൊജക്ട് ബിയിലും പേ ബാക്ക് 4 years ആണ്. പ്രൊജക്ട് സെഡിലും പേ ബാക്ക് എന്ന് പറയുന്നത് 4 years ആണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് യൂഷ്വലി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് പ്രൊജക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്, ഏത് പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വേറെ വല്ല ടെക്നിക്സ്, നമുക്ക് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അല്ലേ, അതിൽ ഏതെങ്കിലും ടെക്നിക്സ്, പോസ്റ്റ് പേ ബാക്കോ അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണോ IRR അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ.